എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ജൂലൈ 31 വരെ നമ്മൾ വെള്ളം ഇല്ല, മഴയില്ല, കറണ്ടില്ല, പവർ കട്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ 1 മുതൽ, അതായത് രാത്രി തുടങ്ങിയ മഴ 1 2 ഒന്നാണ് പെയ്തത്. അതോടുകൂടി പിന്നെ അത്ര വലിയ മഴ അതിനുശേഷം 3-4 തീയതികൾ, ഇപ്പം 4 പെയ്തിട്ടില്ല. എങ്കിൽ പോലും കേരളത്തിൻ്റെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലായി. 1-2 ദിവസത്തെ മഴ എത്ര വലിയ മഴ പെയ്താലും അത് ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഇതിപ്പോൾ പല സ്ഥലത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. മഴ നിന്നിട്ട് പോലും വെള്ളം ഒഴിഞ്ഞു പോകണില്ല. വലിയ ദുരിതമാണ്. പല സ്ഥലത്തും ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് കഴിയുന്നത്. പലരും ഇനിയും നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് വെള്ളം പൊങ്ങാറില്ലല്ലോ എന്ന് കരുതി രണ്ടാമത്തെയൊക്കെ നിലയിലേക്ക് മാറിയ ആളുകൾക്ക് പോലും അവർ ദുരിതത്തിൽപ്പെട്ട് അവരൊക്കെ താഴേക്ക് ഇറങ്ങി ക്യാമ്പുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ കേരളം പഠിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നികുതിപ്പണം വാങ്ങിക്കൊണ്ട് ഈ കേരളം ഭരിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരെയും ഞാൻ പറയാണ്, അവർ നമ്മളെ ദ്രോഹിച്ചു എന്ന് വേണം. അതുമാത്രം അതും കുറഞ്ഞെനിക്ക് പറയാൻ കഴിയുന്നില്ല. ഈ നാട്ടിൽ നമ്മൾ പൊതുവെ ചെരിഞ്ഞൊരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. ഒരറ്റത്ത് മഴ പെയ്താൽ അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറബിക്കടലിൽ എത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രീതി. എന്നാലിപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകണില്ല, വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ തോടുകൾ, അതുപോലെ നമ്മുടെ നദികൾ, നമ്മുടെ നമ്മുടെ അഴുക്ക് ചാലുകൾ, ഇതൊക്കെ ചെറുതാക്കി അതിന് മുകളിൽ ബിൽഡിങ് പണിത് അതിന് മുകളിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും അതിൻ്റെ ഇടിഞ്ഞു, അതുപോലെ തന്നെ നദികളിൽ മണ്ണും മണലും വാരിയെടുക്കാതെയും ഒക്കെ അനാസ്ഥ കാണിച്ചിട്ട് ഈ ഭരണകൂടം കുറേ കൊല്ലങ്ങളായിട്ട് നമ്മളെ ദ്രോഹിച്ചു. മാത്രമല്ല, നമ്മുടെയൊക്കെ റോഡുകളോട് ചേർന്നിട്ട് നല്ല ഒന്നാന്തരം ചാലുകളുണ്ടായിരുന്നു. ഈ ചാലുകളൊക്കെ അടച്ചു കളഞ്ഞു. പല സ്ഥലത്ത് ചാലുകളും റോഡിൻ്റെ ഭാഗമായി ചേർത്തിട്ട് അതുകൂടി ടാർ ചെയ്തു. അപ്പോൾ അങ്ങനെ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഒരു സ്ഥിരം കാര്യമായി. ഈ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ വയലുകൾ നികത്തി അവിടെയൊക്കെ വീടുകൾ പണിയാൻ ഒരു വിഷമമില്ലാതെ അനുവാദം കൊടുത്തു. വീടുകൾ മാത്രമല്ല, ഫാക്ടറികൾ പോലും അവിടെയൊക്കെ വന്നു. ഈ വേനൽക്കാലത്താണ് പണി നടത്തുക. അപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങളൊക്കെ കയ്യേറി അവിടെയൊക്കെ തടസ്സങ്ങളുണ്ടാകുന്നത് ഒരാളും കണ്ടില്ല എന്ന് നടിച്ചു. നമ്മുടെ പൈസ വാങ്ങുക, നമ്മുടെ നികുതി വാങ്ങുക, അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനായാലും കേരള സർക്കാരായാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യരെ ദ്രോഹിക്കൽ മാത്രമാണ്. നമ്മുടെ പൈസ വാങ്ങിയിട്ട് നമ്മളെ ദ്രോഹിക്കുക. അതുപോലെ തന്നെ നഗരങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, മിക്കവാറും കടകൾ അവർ ആ ഫുട്പാത്ത് അടക്കമുള്ള സ്ഥലങ്ങൾ കയ്യേറിയിരിക്കുന്നു. ഒരാളും ചോദിക്കാനില്ല. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പോലും ചെറിയ ചെറിയ ടൗണുകളിൽ അവരിപ്പോൾ ഒരു ബിൽഡിങ് പണിയാണെങ്കിൽ, ഒരു വീട് പണിയാണെങ്കിലൊക്കെ 4-5 മീറ്റർ ഉള്ളിലേക്ക് തള്ളിയിട്ട് വേണം അത് പണിയാൻ. അത് പണിത് അതിന് നമ്പറൊക്കെ കിട്ടി പ്രവർത്തനം തുടങ്ങിയാൽ ആ സ്ഥലമൊക്കെ അവർ കയ്യേറും. അത് കഴിഞ്ഞിട്ട് ഫുട്പാത്തും കയ്യേറും. ഇങ്ങനെ ഈ കേരളത്തിനെ നശിപ്പിക്കുന്നതിലെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവരെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളും ചേർന്ന് ഈ കേരളം ഒരു ദുരിത ജീവിതം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളം രക്ഷപ്പെടണമെങ്കിൽ മുമ്പൊരിക്കൽ ഞാൻ നോക്കുമ്പോൾ ഈ അച്യുതാനന്ദൻ്റെ കാലത്ത് മാത്രമാണ് ഇതാകെ ഒന്ന് പൊളിച്ചടക്കാൻ നോക്കിയത്. അതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ കൂച്ചു വിലങ്ങിയിട്ട് ആ പരിപാടി, അന്നത്തെ കാലത്ത് ഈ റോട്ടിലേക്കൊക്കെ ഷീറ്റൊക്കെ ഇറക്കി വെച്ചിട്ടുള്ള സാധാരണ പഞ്ചായത്തുകളിൽ പോലും അതൊക്കെ പൊളിച്ചു മാറ്റുന്നൊരു കഥയുണ്ടായി. വലിയ വലിയ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടയിൽ ഇത് ശരിക്കൊരു ബോധവൽക്കരണം ഇതിനകത്ത് വന്നതായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാൻ വഴികളിൽ മുഴുവൻ ബിൽഡിങ്ങുകളും, അതുപോലെ തന്നെ ചാലുകളിലെയൊക്കെ വീതി കുറച്ചും ആഴം കുറച്ചും ഉള്ള ചാലുകൾ വൃത്തിയായി സംരക്ഷിക്കാതെയും, അതുപോലെ തന്നെ ആളുകളുടെ ഒരു മനോഭാവത്തിലും വ്യത്യാസമുണ്ട്. ഉള്ള പ്ലാസ്റ്റിക്കൊക്കെ തോന്നിയ പോലെ വലിച്ചെറിഞ്ഞും അതൊക്കെ അടഞ്ഞും വഴികളടഞ്ഞും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലങ്ങളില്ലാതെ, അല്ലെങ്കിൽ മഴ മാറിയാൽ നിലയ്ക്കെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഇത് പോകാത്തതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനി വലിയ മഴ വരാനിരിക്കുന്നുള്ളൂ. വന്നാൽ എന്താവും കേരളത്തിൻ്റെ കഥ?